Hey guys, it's Dr. Abrami. You are watching Russian Beats with Abi. എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു FMG ജേർണി എങ്ങനെയാണ്. അതിനകത്ത് എനിക്ക് ജൂനിയേഴ്സിന് തരാനുള്ള കുറച്ച് ടിപ്സ് എല്ലാമാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇർക്കുട്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഡിസംബർ 2023 FMG എക്സാമാണ് ക്രാക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് അതായത് റഷ്യയിൽ വെച്ച് ഞാൻ മിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫീസ് 60,000 അവർ കുറച്ച് തരുന്നത്. അപ്പം ഞാൻ അതിനകത്ത് എൻറോൾ ചെയ്തു. ഞാൻ ഡൽഹി മിസ്റ്റിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു ജൂണൊക്കെ ആയപ്പോൾ നാട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ FMG കോച്ചിങ്ങിന് വേണ്ടി പോയി. അതൊരു 6 months കോച്ചിങ് ആണ്. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി. പക്ഷേ അപ്പം ഇനിയുള്ള ജൂനിയേഴ്സ് ഡൽഹിയിലോട്ട് പെട്ടി പാക്ക് ചെയ്തിരിക്കുന്ന ജൂനിയേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഡൽഹിയിലെ മിസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മളവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം പലർക്കും അങ്ങനെ തോന്നാം, കാരണം നേരത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമുക്ക് പിന്നെ തോന്നരുതല്ലോ. അവിടെ സർവൈവ് ചെയ്യാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും പൊല്യൂഷൻ, പിന്നെ ഫുഡ് പോയ്സണിൻ്റെ റേറ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഫുഡ് പോയ്സൺ അടിക്കൂല എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പിന്നെ മലേറിയ, ഡെങ്കു അങ്ങനത്തെ എല്ലാ ഡിസീസസും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എൻ്റെ കൂടെ ഉള്ളവർക്കും എനിക്കും തന്നെ ഒരു മാസം എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഒരു ഫുഡ് പോയ്സൺ വന്നിട്ട്. അപ്പം അതൊരു നവംബറിലായിരുന്നു എനിക്ക് ആ ഫുഡ് പോയ്സൺ വന്നത്. അതും ഡിസംബറിലായിരുന്നു എക്സാം വരാനിരുന്നത്. അപ്പം ഞാൻ തകർന്നു പോയൊരു സ്റ്റേറ്റിലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നാണ് ഡിസംബറിൽ നിന്ന് ജാനിലോട്ട് എക്സാം എക്സ്റ്റെൻഡ് ചെയ്തത്. ഒരു ഇലക്ഷൻ്റെ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് ജാനിലോട്ട് അവർ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പം അങ്ങനെ അത്രയും റിസ്ക് എടുത്ത് പോകേണ്ട ഒരു കാര്യവുമില്ല ഡൽഹി മിസ്റ്റിൽ. കാരണം നിങ്ങൾക്ക് ട്രിവാൻഡ്രം മിസ്റ്റിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ട്രിവാൻഡ്രം മിസ്റ്റിലാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഹോംലി ഫുഡ് കഴിക്കാം. ഇപ്പം അവിടുത്തെ PGകളിലാണെങ്കിലും നാട്ടിലെ ഫുഡ് കഴിക്കാമല്ലോ. ഇപ്പോൾ പേരൻസിനെ ഒരു 2 months കാണണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഡൽഹി പോവുക ഭയങ്കര ഒരു സ്ട്രഗിളാണ്. കാരണം ഈ ഒരു 6 month കോഴ്സ് തന്നെ ഒരു സ്ട്രെസ്സാണ്. അതിൻ്റെ കൂടെ ഒരു സ്ട്രെസ്സും കൂടെ വരച്ച് വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ ഒരു ഇത് കേട്ടിട്ട് നിങ്ങൾ മാറാൻ നിൽക്കേണ്ട. എൻ്റെ ഒരിതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഫാക്കൾട്ടി, അപ്പം നമ്മൾ വിചാരിക്കും ഡൽഹിയിലെ ഫാക്കൾട്ടി അല്ലല്ലോ ട്രിവാൻഡ്രം. അല്ല, ഡൽഹിയിലെ ഫാക്കൾട്ടി തന്നെയാണ്. അവരാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവരാണ് എല്ലായിടത്തും പോണത്. ഹൈദരാബാദ്, ട്രിവാൻഡ്രം, അവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അവർ തന്നെയാണ് പോകുന്നത്. സെയിം ഫാക്കൾട്ടിയാണ്. ചില സബ്ജക്റ്റിന് മാത്രം ഡിഫറെൻറ്റ് ഫാക്കൾട്ടി ആയിരിക്കും. അതിപ്പോൾ ഓൺലൈൻ എടുത്താലും വേറെ ഫാക്കൾട്ടിയാണ് അവിടെ പഠിപ്പിക്കുന്നത് മിസ്റ്റിൽ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഡൽഹിയിൽ മിക്കതും കോച്ചിങ്ങിനുള്ളത് 90% ഹിന്ദിക്കാരാണ്. അപ്പം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ചിലതൊക്കെ ഹിന്ദിയിലാണ്. മെയിൻ സബ്ജക്റ്റിൽ മിക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹിന്ദിയിലാണ്. അപ്പം നമ്മളിങ്ങനെ ചെന്ന് നമുക്ക് ഹിന്ദി വേണം എന്ന്, ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്, ചിലർക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ മിക്കവരെ ഹിന്ദിയിലാണ്, സോ നമുക്ക് ഹിന്ദി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അവരങ്ങനെ ഒരു റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഹിന്ദി ഒട്ടും അറിയാത്തവർ അങ്ങോട്ട് പോകരുത്. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരും പോകുക എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രിവാൻഡ്രം ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് അത്രയും സമയം കളയാനും നമ്മുടെ കയ്യിലില്ല. 6 months എന്ന് പറയുമ്പോൾ ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് 19 subjects ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മറക്കും. അത് വീണ്ടും റിവൈസ് ചെയ്യണം. അപ്പം ആ ഒരു 6 months എന്ന് പറയുന്നത് ഓരോ മിനിറ്റ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ കോച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് മിസ്റ്റിലെന്നല്ല, ഏതൊരു കോച്ചിങ് സെൻറ്ററും മിസ്റ്റിൽ മാത്രം പോകണമെന്നല്ല. മിസ്റ്റിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് 60,000 ഒന്നും നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രിവാൻഡ്രം തന്നെ നല്ല നല്ല കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അറൈസ് അങ്ങനത്തെ കുറച്ച് കോച്ചിങ് സെൻറ്ററുകളുണ്ട്. പല കോച്ചിങ് സെൻറ്ററും പഠിച്ചിട്ട് മിക്കവരും പാസ്സായിട്ടുണ്ട്. അല്ലാതെ മിസ്റ്റി പഠിച്ചവർ മാത്രമേ പാസ്സാവൂ അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് നമുക്കൊരു വർക്ക് ബുക്ക് തരും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ബുക്കാണ്. കാരണം ഓരോ സബ്ജക്റ്റിനും ഓരോ വർക്ക് ബുക്സ് ആണ്. അതായത് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, ഇവർ ലെക്ചർ എടുക്കുമ്പോൾ നമ്മൾ തന്നെ അത് ഫില്ല് ചെയ്യണം. അവർ പഠിപ്പിക്കാൻ തന്നെ നമ്മൾ തന്നെ ഫില്ല് ചെയ്യുക. അതാണ് ഇവിടുത്തെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്.
പിന്നെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക്സ് അവർ തന്നെ തരും. ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്, ടോപ്പിക് വൈസ് ടെസ്റ്റ്, അങ്ങനെ ഓരോ ആഴ്ചയിലും ടെസ്റ്റ് ഉണ്ടായിരുന്നു മിസ്റ്റിൽ. അത് എല്ലാ മിസ്റ്റ് ബ്രാഞ്ചസിലും ഉണ്ട്. ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ടെസ്റ്റൊക്കെ തരും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റോ ഒരു സബ്ജക്റ്റ് വൈസ് ടെസ്റ്റോ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അത് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മളിപ്പം ഒരു ഗ്യാങ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ചിലപ്പം മാർക്കത്തിൽ കൂടി നിൽക്കുക. അപ്പം നമ്മൾ അയ്യോ ഞാൻ എഴുതുന്നില്ല. അതൊക്കെ ഭയങ്കര ഫൂളിഷായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ എത്ര പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ടെസ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ഈ കോച്ചിങ്ങിന് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്, ചേർന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഞാൻ എന്തിനാണ് ഈ പറയുന്നത്. കാരണം ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ഒരു ടെൻഷനുണ്ട്, അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, പിന്നെ മിസ്റ്റിലെ കാര്യം പറഞ്ഞു. പിന്നെ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ടല്ലോ, അതെടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസും ചെയ്യണം. അതിനകത്ത് നിന്ന് നിങ്ങൾ പ്രീവിയസ് ഇയർ ടോപ്പിക്കുകൾ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പ്രീവിയസ് ഇയർ ടോപ്പിക്കുകൾ, എനിക്ക് ഇന്ന ടോപ്പിക്കിൽ നിന്നാണ് മിക്ക ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഇത്തിരി കൂടെ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാം, എംഫസൈസ് ചെയ്ത് പഠിക്കാം. അത് അങ്ങനെ തന്നെ കുറച്ച് ടിപ്പുകളുണ്ട്. പിന്നെ 19 സബ്ജക്റ്റും 6 മാസത്തിനുള്ളിൽ പഠിച്ച് തീർക്കുക എന്നുള്ളൊരു ടാർഗറ്റ് ആദ്യമേ മനസ്സിൽ കൊണ്ടുവരാം. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരാഴ്ചയായി 2 ആഴ്ചയായി ഒരു സർജറിയെ പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കുക 5 ദിവസം ഇന്നത് പഠിക്കാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എവിടെ ആയാലും മിസ്റ്റിൽ ഒരു 8 o'clock വരെയൊക്കെയാണ് ക്ലാസ്സുകളുള്ളത്, രാത്രിയൊക്കെ. പിന്നെ അങ്ങോട്ട് പോകുമ്പം 9-10 ഒക്കെ ആവും. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിത് റിവൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പഠിപ്പിച്ച ക്ലാസ്സിൽ കുറച്ചുകൂടെ അറ്റൻറ്റീവായി ഇരുന്നിട്ട് വന്നിട്ട് അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാതെ കിടക്കരുത്. കാരണം അത് പിന്നെയും കൂടി വരും. ഓരോ 19 സബ്ജക്റ്റ് ഇല്ലേ, അപ്പോൾ അത് വീണ്ടും കൂടി വരെയായിരിക്കും ചെയ്യുന്നത്. അപ്പം മാക്സിമം വായിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. ഈ ജോയിൻ ചെയ്താലുമേ വായിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. പിന്നെ എന്നും ക്വസ്റ്റ്യൻസ് ചെയ്യാം. Day 1 ജോയിൻ ചെയ്ത തൊട്ട് 6 months വരെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. ഒരു ദിവസം ഒരു 150 ആണ് മിനിമം. അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. എവിടെ നിന്ന് ചെയ്യണമെന്ന് ചോദിക്കും. എവിടെ നിന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ടെലിഗ്രാമിൽ നിന്നാണ് ചെയ്തത്. ടെലിഗ്രാമിൽ ഇതുപോലെ ഇഷ്ടം പോലെ ഗ്രൂപ്പുണ്ട് FMGസിന്. അതായത് ടാർഗറ്റ് FMG, അങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എക്സാംസ് ചെയ്യാം. അവരിങ്ങനെ ഓരോ 10 മണി 11 മണിക്കൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യനെയേഴ്സ് ഇങ്ങനെ റിലീസ് ചെയ്യും, ക്വസ്റ്റ്യനെയേഴ്സ് ചെയ്യും. അപ്പം നമുക്ക് അതിനകത്ത് കയറിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന ക്വസ്റ്റ്യന് ചിലതൊന്നും നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കുകളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനെയറിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും, ആ ക്വസ്റ്റ്യനെയറിൽ നിന്ന് തന്നെ. അങ്ങനെ കുറച്ച് യൂസ്ഫുള്ളാണ് ഇതെല്ലാം കുറച്ച് യൂസ്ഫുള്ളാണ് ഈ ടെലിഗ്രാമിൽ ഇതുപോലുള്ള ഗ്രൂപ്പുകളെല്ലാം. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ 19 സബ്ജക്റ്റ് മൊത്തവും നമുക്ക് തീർക്കണമെങ്കിൽ നമ്മൾക്ക് ഇത് ഇത്രയും ഓർക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്തൊരു ചെയ്യണം, നമ്മൾ റിവൈസ് ചെയ്യണം. റിവിഷൻ മാത്രമാണ് ഇതിനൊരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെ മുക്കാലും മറന്നു. ഞാനൊക്കെ ഏതായിരുന്നു ഫിസിയോളജിയൊക്കെ പഠിച്ചിട്ട് അതിനെ മുക്കാൽ ഞാൻ മറന്നുപോയി. അത് വീണ്ടും നമ്മളതൊന്ന് എടുത്ത് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ സാധനം. പിന്നെ എല്ലാവരും ചോദിക്കും എത്ര റിവിഷനായി അവസാനമൊക്കെ ആകുമ്പോഴേ നമുക്കതൊന്നും, കാരണം എനിക്ക് ഒരു റിവിഷനാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എക്സാം ഷെഡ്യൂൾ വന്നപ്പോഴാണ് ഞാൻ സെക്കൻഡ് റിവിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് 2 റിവിഷനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ റിപ്പീറ്റേഴ്സിന് ചിലപ്പം 4 നമുക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 തവണയൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റും, 4 തവണയൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും നമുക്കൊരു പേടിയാണ്, അയ്യോ നമ്മൾ റിലേറ്റീവ്സ് എന്തിനു പറയും, നമ്മൾ നമ്മൾ ഒരിക്കലും മനസ്സിൽ വയ്ക്കരുത്. കാരണം ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ചിട്ടില്ല. കാരണമെന്ന് വെച്ചാൽ എനിക്കത് നിങ്ങളുടെ അടുത്തുകൂടെ ഷെയർ ചെയ്യണമെന്ന് പറയണം. കാരണം നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയാം. അത് ഇതുവരെ പരീക്ഷയ്ക്കും കോച്ചിങ്ങിനും പോകാത്തവർക്കും മനസ്സിലാവത്തില്ല എങ്ങനെയാണ് നമ്മൾ കടന്നുപോയൊരു സിറ്റുവേഷൻ എന്ന്. അപ്പം നമ്മൾ ഈ റിലേറ്റീവ്സിനെ പറ്റിയും അതൊന്നും നമ്മൾ ആ സമയമേ ആലോചിക്കാനേ പാടില്ല. ആലോചിക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷേ ആലോചിച്ചാൽ പിന്നെ അതിനെക്കാട്ടി സ്ട്രെസ്സായിരിക്കും. അതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.